മാർക്കോയ്ക്ക് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളൻ റിലീസിനൊരുങ്ങുന്നു. പെപ്പയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ചിത്രമാണിത്. സിനിമയുടെ ടീസർ ജനുവരി 14 പുറത്തിറങ്ങുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നു. മാർക്കോയേക്കാൾ വയലന്റ് ആണോ കാട്ടാളൻ? ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരുങ്ങുന്നത് വമ്പൻ റിലീസായി തന്നെ. മലയാളത്തിലെ ഏറ്റവും വലിയ ഓവർസീസ് ഡീൽ സ്വന്തമാക്കി മാർക്കോയ്ക്കും മേലെ പറക്കാനൊരുങ്ങുകയാണ് പെപ്പയുടെ കാട്ടാളൻ. കാട്ടാളിന് ഗംഭീര തുടക്കം തന്നെയാകും. പെപ്പയുടെ കരിയറിലെ ബിഗ് ബജറ്റ് സിനിമ തന്നെയാണിത്. അതെ, മാർക്കോയുടെ വമ്പൻ വിജയത്തിനു ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച നവാഗതനായ പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ. ലോകപ്രശസ്ത സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കൊച്ച കൊമ്പിഡിക്കയുമായി അണിചേർന്നൊരുക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആരാധകർക്കിടയിൽ ഞെട്ടിച്ചിരുന്നു. അതിനുശേഷം വന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ആവേശത്തോടുകൂടി തന്നെയാണ് സ്വീകരിച്ചത്. കരിയറിലെ തന്നെ ഏറ്റവും വേറിട്ട ഗെറ്റപ്പിലാണ് ആന്റണി വർഗീസിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചെമ്പിച്ച മുടിയും ചുണ്ടിലെരിയുന്ന ചുരുട്ടും കത്തുന്ന കണ്ണുകളുമായി ആന്റണി വർഗീസ് കഥാപാത്രം ചിത്രത്തിന്റെ ത്രില്ലിംഗ് മാസ് മൂഡ് പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. മാർക്കോയേക്കാൾ മികവുറ്റ സാങ്കേതിക മികവോടെയും വൻ ബജറ്റോടെയുമാണ് കാട്ടാളൻ എത്തുന്നത്. 50 കോടിക്ക് മുകളിൽ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. മാർക്കോ പോലെ തന്നെ പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ ജേണറിലാണ് കാട്ടാളനും ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമാ ലോകത്തെ പകരം വെക്കാനില്ലാത്ത ടെക്നീഷ്യന്മാർ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. കേരളത്തിൽ വലിയ തരംഗമായി മാറിയ വ്ളോഗറും സിംഗറുമായ ഹനാൻ ഷായും റാപ്പർ ബേബി ജീൻ, ജഗദീഷ്, സിദ്ദിഖ്, ഷിബിൻ എസ്, കബീർ ദുഹാൻ സിംഗ്, ഭരത് തിവാരി, രാജ് തിര തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത്. അതെ, എല്ലാവരും കാത്തിരുന്ന ചിത്രത്തിന്റെ റിലീസ് മെയ് 14 വേൾഡ് വൈഡ് റിലീസിനൊരുങ്ങുകയാണ് പെപ്പയുടെ കാട്ടാളൻ. പെപ്പയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ഈ ചിത്രത്തെ ആരാധകർ കാത്തിരിക്കുകയാണ്. സിനിമയുടെ ടീസർ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ജനുവരി 16 ടീസർ പുറത്തിറങ്ങുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ തന്റേതായ ഇടം നേടിയെടുത്ത ദുഷാര വിജയനാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത്. സിനിമയുടെ ചിത്രീകരണത്തിനടുത്തിടെ തായ്ലാന്റിൽ തുടക്കം കുറിച്ചു. ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളും അടക്കം വലിയൊരു താരനിര തന്നെയാണ് ഒരുമിക്കുന്നത്. എന്തായാലും മലയാളം ഇന്നേ വരെ കാണാത്ത ബ്രഹ്മാണ്ഡ പൂജ ചടങ്ങോടെയായിരുന്നു കാട്ടാളൻ സിനിമയുടെ പൂജ കൊച്ചിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഓരോ വരവും ആവേശത്തോടുകൂടി തന്നെയാണ് സിനിമാ ലോകവും നോക്കിക്കാണുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.